യുദ്ധഭീതി ഒഴിയാതെ പശ്ചിമേഷ്യ. അറബിക്കടലിൽ ഇറാന്റെ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടു. അമേരിക്കൻ പടക്കപ്പലായ എബ്രഹാം ലിങ്കന് നേരെ എത്തിയ ഡ്രോണാണ് വെടിവെച്ചിട്ടത്. വിമാനവാഹിനി കപ്പലിനെയും ജീവനക്കാരെയും സംരക്ഷിക്കുന്നതിനാണ് ഡ്രോൺ വെടിവെച്ചിട്ടതെന്ന് സെൻട്രൽ കമാൻഡ് വക്താവ് പറഞ്ഞു. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി മുറുകുകയാണ്. അത് ആദ്യഘട്ട ആക്രമണങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? കീർത്തന, ഗുഡ് മോർണിംഗ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ US അവരുടെ യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചത്. എന്നാലും ഈ സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ US പടക്കപ്പലിന് നേരെ ഇറാന്റെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായതായി അമേരിക്ക പറയുന്നത്. ഈ എബ്രഹാം ലിങ്കൺ കപ്പലിന് നേർക്ക് വന്ന ഡ്രോൺ അവർ തന്നെ F-35C യുദ്ധവിമാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. മറ്റ് 2 ഡ്രോണുകൾ കൂടി ഇറാൻ അയച്ചതായും ഹോർമുസ് കടലിടുക്കിൽ മറ്റൊരു US വ്യാപാര കപ്പലിന് നേർക്ക് ഇത്തരം ഒരു ഡ്രോൺ ആക്രമണത്തിനുള്ള ശ്രമം നടന്നതായും സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നുണ്ട്. ഈ ഒരു ആക്രമണത്തിൽ US കപ്പലിനോ അതിൽ ജീവനക്കാർക്കോ യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നും US സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഈ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്നൊരു ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലൊരു പ്രകോപനമായിട്ടുള്ളൊരു സംഗതി ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ സമാധാന ചർച്ചകളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ഒരു ആശങ്ക ശക്തമാവുന്നുണ്ട്. അതിനിടെ ഈ സമാധാന ചർച്ചകളുടെ സ്ഥലം മാറ്റണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. US-നോട് ഒമാനിലേക്ക് മാറ്റണമെന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. മറ്റ് അറബ് രാജ്യങ്ങളെ ഒഴിവാക്കി US ഒമാൻ ഈ ചർച്ചകൾ വേഗത്തിലാക്കാനാണ് ഇറാന്റെ ഒരു നീക്കം എന്നും അറിയുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനൊരു ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഈ സമാധാന ചർച്ചകളിലേക്ക് പാകിസ്ഥാനെ US ക്ഷണിച്ചതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ US-മായി ഇപ്പോഴും ഒരു കരാറിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. പക്ഷേ ആണവ ആയുധം വേണ്ട എന്ന നിലപാട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആണവ മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിലപാടിനോട് ഇറാൻ ഇപ്പോഴും ഒത്തുതീർപ്പിൽ എത്താൻ സാധിച്ചിട്ടില്ല. കാരണം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്നും മാറ്റണമെന്ന US-ന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആയത്തുള്ള ഖമേനി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയും ഒരു ആണവ കരാറിലെത്താൻ US-ന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുകയും ചെയ്യുമ്പോൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ അറബിക്കടലിൽ US-ന്റെ പടക്കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതാണ് സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാൻ ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിട്ടിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.